മയ്യത്ത് നമസ്കാരത്തിൽ പങ്കെടുക്കുകയുണ്ടായി. അപ്രതീക്ഷിതമായി ബ്ലഡ് ക്യാൻസർ വന്ന് മരണപ്പെട്ട ഒരു സ്ത്രീയുടെ, ഒരു ഭാര്യയുടെ, ഉമ്മയുടെ മയ്യത്തുമായി ഭർത്താവും മക്കളും പള്ളിയിലേക്കെത്തി നമസ്കാരത്തിന് നേതൃത്വം കൊടുക്കുന്ന സമയം ആ മയ്യത്തിന് വേണ്ടി ചില കാര്യങ്ങളൊക്കെ ചോദിക്കാൻ ആ പള്ളിയിലുള്ള ഉസ്താദ് മൈക്കുമായി ആ മയ്യത്തിന്റെ അടുത്തേക്ക് നിന്നപ്പോ ആ മയ്യത്തിന്റെ അരികിലുള്ള 70 വയസ്സിലധികം പ്രായം തോന്നിപ്പിക്കുന്ന ഒരാൾ ആ വ്യക്തിയോട് മൈക്ക് കയ്യിൽ വാങ്ങിയിട്ട് പറഞ്ഞു, എനിക്ക് ചില കാര്യങ്ങൾ എന്റെ ഭാര്യയ്ക്ക് വേണ്ടി നമസ്കരിക്കാൻ വന്നവരോട് സൂചിപ്പിക്കാനുണ്ട്. ആ പള്ളിയിൽ ഒരുമിച്ച് കൂടിയ ആയിരക്കണക്കിന് ആളുകൾ അത്ഭുതത്തോടെ അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോ തന്റെ മുൻപിൽ ഒരു പായയിൽ മിമ്പറിന്റെ തൊട്ടു താഴെ കിടത്തിയിട്ടുള്ള പെണ്ണിന്റെ ശരീരത്തിന്റെ മധ്യഭാഗത്ത് നിന്ന് അദ്ദേഹം തിരിച്ചു നിന്ന മയ്യത്തിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു, എനിക്കെന്റെ റബ്ബ് ഈ ദുനിയാവിൽ തന്ന വിലമതിക്കാനാവാത്തൊരനുഗ്രഹമായിരുന്നു എന്റെ ഈ പാതി. ഇവളെന്റെ പാതിയാണെന്ന് പറഞ്ഞാൽ ഞാൻ എന്നോട് ചെയ്യുന്ന തെറ്റാകും. എന്റെ 95% എന്റെ പാതിയായിരുന്നു, എന്റെ പെണ്ണായിരുന്നു. എന്നിട്ട് അദ്ദേഹം കണ്ണുനീരോടെ വിതുമ്പിക്കൊണ്ട് പറഞ്ഞു, എന്റെ ഭാര്യ ആരോടെങ്കിലും പണം വാങ്ങിയിട്ടുണ്ടെങ്കിൽ, അവൾക്ക് എന്തെങ്കിലും ബാധ്യതകൾ ഉണ്ടെങ്കിൽ അത് അവൾക്ക് വേണ്ടിയാവില്ല, എനിക്ക് വേണ്ടിയിട്ടാവും. അതുകൊണ്ട് എന്തെങ്കിലും ബാധ്യതകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്റെ അരികിൽ വരണം. പിന്നീട് അദ്ദേഹം വീണ്ടും സങ്കടത്തോടെ പറഞ്ഞു, ആരോടെങ്കിലും എന്റെ ഭാര്യ മുഖം കറുത്തിട്ടോ നിങ്ങൾക്കിഷ്ടപ്പെടാത്ത വല്ലതും സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഉറപ്പിച്ചു പറയുന്നു, അതും എനിക്ക് വേണ്ടിയിട്ടാവും. എന്റെ അഭിമാനം നഷ്ടപ്പെട്ടു പോകാതിരിക്കാനും ഞാൻ ഒരാളുടെ മുൻപിലും അപമാനിക്കപ്പെടാതിരിക്കാനും എന്നെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടല്ലാതെ ഒരാളോട് പോലും എന്റെ പെണ്ണ് മുഖം കറുത്ത് സംസാരിക്കുന്നത് ഈ ആയുസിന്റെ ഇടയ്ക്ക് ഞാൻ കണ്ടിട്ടില്ല. എന്റെ ഭാര്യയ്ക്ക് അസുഖമാണെന്നറിയുന്ന നിമിഷം മുതൽ ഈ മരിക്കുന്ന ഇന്നലെ വൈകുന്നേരം വരെ ഞാൻ എന്റെ ഓരോ ഭക്തിനും എന്റെ റബ്ബിന്റെ നേരെ പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥന, റബ്ബേ, അവളെ നീ കൊണ്ടുപോകുന്നതിൽ എനിക്ക് സന്തോഷമേയുള്ളൂ. പക്ഷെ എന്നെ കൊണ്ടുപോയിട്ടാണ് അവളെ നീ കൊണ്ടുപോയിരുന്നതെങ്കിൽ എനിക്കതൊന്നും കൂടി സന്തോഷമാകുമായിരുന്നു എന്ന് പ്രാർത്ഥിച്ച ഒരാളാണ് ഞാൻ. അതുകൊണ്ട് എന്റെ ഭാര്യയ്ക്ക് വേണ്ടി മയ്യത്ത് നമസ്കരിക്കാൻ വന്ന, എന്റെ കുടുംബത്തെയും എന്റെ പെണ്ണിനെയും ഇഷ്ടപ്പെടുന്ന ഈ മയ്യത്ത് നമസ്കരിക്കാൻ വന്ന ഓരോരുത്തരോടും ഞാനൊരു വസിയത്ത് പറയട്ടെ. നാളെ പടച്ച റബ്ബിന്റെ സ്വർഗത്തിലും എന്റെ ഇണയായി, തുണയായി എനിക്ക് ആ പെണ്ണിനെ തരാൻ നിങ്ങൾ ദുആ ചെയ്യണം. സ്വന്തം ഭാര്യയെ മനസ്സിലാലോചിച്ച് ഓരോരുത്തരും ആ മയ്യത്ത് നമസ്കാരത്തിനിടയിൽ നിന്ന് കണ്ണുനീര് തുടയ്ക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിലും, പ്രിയപ്പെട്ടവരെ, നമ്മളിൽ എത്ര പേർക്ക് അത് പറയാൻ സാധിക്കും? നമ്മളിൽ എത്ര പേരെ പറ്റി ഭാര്യമാർക്ക് അത് പറയാൻ സാധിക്കും? ഈ ലോകത്ത് പടച്ച റബ്ബ് തന്ന പകരം വെക്കാനില്ലാത്ത ഏറ്റവും മനോഹരമായ ഒരു മധുരമാണ് ദാമ്പത്യ ജീവിതം എന്നുള്ളത്. അറിഞ്ഞും മനസ്സിലാക്കിയും അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്ന മാർഗങ്ങളിലൂടെയും നമ്മൾ ആരെങ്കിലും കുടുംബ ജീവിതത്തെ സംവിധാനിക്കുകയാണെങ്കിൽ, കുടിച്ചിട്ടോ വലിച്ചിട്ടോ പരസ്ത്രീ ബന്ധത്തിലോ പരപുരുഷ ബന്ധത്തിലോ ജീവിതത്തിൽ ഒരിക്കൽ പോലും കിട്ടാത്ത ഏറ്റവും മനോഹരമായ മധുരം അത് ദാമ്പത്യ കുടുംബ ജീവിതത്തിലെ ഇണകൾ പരസ്പരം ജീവിക്കുന്നിടത്താണെന്ന് നമുക്ക് ഓരോരുത്തർക്കും തിരിച്ചറിയാൻ സാധിക്കും. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ അതൊന്നും മനസ്സിലാക്കാൻ പലർക്കും സാധിക്കുന്നില്ല. ഈഗോയും വാശിയും പകയും മുൻവിധിയും പല കുടുംബത്തിന്റെയും സമാധാനം നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. ഏറ്റവും വലിയ അനുഗ്രഹം ഏതെന്ന് ചോദിച്ചാൽ പോലും അത് പണമാണെന്ന് ചിന്തിച്ചുകൊണ്ട് വെപ്രാളപ്പെട്ടോടുന്ന, സ്വന്തം കൂടപ്പറപ്പിനെ പോലും തിരിച്ചറിയാൻ പറ്റാത്ത ഇന്നത്തെ കാലഘട്ടത്തിൽ റബ്ബിനെ സാക്ഷി നിർത്തി കൂട്ടിക്കൊണ്ടുവന്ന പെണ്ണിനോട് പോലും പലർക്കും നീതി കാണിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതൊരു വസ്തുതയാണ്.
എന്റെ മുൻപിലിരിക്കുന്ന ഇത്രയും സഹോദരങ്ങളോടും സഹോദരിമാരോടും ചോദിക്കട്ടെ, ഇന്ന് രാത്രി എങ്ങാനും നിങ്ങൾ തിരിച്ചു പോകുമ്പം നിങ്ങളെ മടിയിലേക്ക് നിങ്ങളെ ഭാര്യ ഭർത്താക്കന്മാര് കുഴഞ്ഞു വീണാൽ അവളുടെ നെറ്റിത്തടത്തിൽ അവന്റെ നെറ്റിത്തടത്തിൽ ഒരു ചുംബനം കൊടുത്ത് നെഞ്ചത്ത് കൈവച്ച് പടച്ചിറപ്പിനോട് പറയാൻ സാധിക്കുമോ, നാഥാ, ഞാൻ എന്റെ ഏറ്റവും നല്ല സ്വഭാവത്തോടുകൂടി ഒരു അനീതിയും കാണിക്കാതെ എന്നിലേൽപ്പിക്കപ്പെട്ട ഒരു പിതാവിന്റെ മനസ്സിന്റെ ഭംഗി അറിഞ്ഞ് ഞാൻ എന്റെ ഭർത്താവിനെയും ഭാര്യയോടും കടമയും കടപ്പാടും നീതിയും കാണിച്ചിട്ടുണ്ട് റബ്ബേ. എന്റെ ഏറ്റവും നല്ല സ്വഭാവം ഞാൻ എന്റെ പെണ്ണിനോട് ആണിനോടാണ് റബ്ബേ കാണിച്ചത് എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നിടത്താണ് ഒരാളുടെ നമസ്കാരത്തിനും ഇബാദത്തിനും അള്ളാഹുവിന്റെ അരികിൽ വിലയുണ്ടാകുന്നത്. പക്ഷേ ഇന്നത്തെ ഏറ്റവും വലിയ അപകടം എന്തെന്നറിയോ? ആർക്കും അവനവന്റെ തിന്മകൾ മനസ്സിലാകുന്നില്ല, നമ്മുടെ പോരായ്മകൾ തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. എന്തിനാണ് ഈ ലോകത്തേക്ക് നിയോഗിക്കപ്പെട്ടതെന്നും എന്തിനാണ് റബ്ബെനിക്ക് കുടുംബം തന്നതെന്നും ഞാൻ എന്താണ് ആ കുടുംബത്തെ തിരിച്ചറിയേണ്ടതെന്നും പലരും ചിന്തിക്കുന്നില്ല. അതുകൊണ്ട് ആ ദാമ്പത്യ ജീവിതത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതും നിങ്ങൾ പരസ്പരം മനസ്സിലാക്കുമ്പോഴാണ് കുടുംബം ഏറ്റവും മനോഹരമാകുക. ഒരിക്കൽ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അരികിലേക്ക് ഒരു സ്വഹാബി കടന്നു വരുന്നുണ്ട്. അദ്ദേഹം കയറി വന്നത് ഒരു പരാതി പറയാനാ. എന്താ പരാതി? തന്റെ ഭാര്യ ഒരു സ്വൈര്യം തരുന്നില്ല, എന്തിനും അവളെ നെഗറ്റീവ് കണ്ട് സംസാരിക്കും, അവള് വല്ലാതെ എന്നോട് തർക്കുത്തരം പറയും, എന്നെ ഗുണദോഷിക്കുന്ന രീതിയിൽ അവൾ എന്നോട് ദേഷ്യപ്പെടും. ആ പരാതിയൊന്ന് ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറയാം എന്ന് കരുതി ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ ആ വീട്ടിൽ കാണുന്നത് ഉമർ റളിയല്ലാഹു അൻഹുവിനെ ഭാര്യ അതേ രീതിയിൽ ശകാരിക്കുന്നു, ഗുണദോഷിക്കുന്നു. ഇത് കണ്ട സ്വഹാബി ചെറുപ്പക്കാരൻ തിരിച്ചിറങ്ങി നടന്നു. ഒരൽപ്പം ദൂരത്തെത്തിയപ്പം ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, സഹോദര അവിടെ നിൽക്ക്, നീ എന്തിനാ എന്നെ തേടി വന്നത്? ഒന്നുമില്ല ഉമർ. എങ്കിലും പറ ഉമറെ, എന്താണ് സഹോദര താങ്കൾ വരാനുള്ള കാരണം? അദ്ദേഹം തിരിച്ചു പറഞ്ഞു, ഉമർ, ഞാനൊരു പരാതി അവതരിപ്പിക്കാൻ വന്നതാ. എന്റെ പരാതി ഇവിടെ വന്നപ്പം അതേ പരാതിയാണ് താങ്കളും അനുഭവിക്കുന്നത് എന്ന് കണ്ടപ്പം എനിക്ക് ആ പരാതി പറയാൻ തോന്നിയില്ല. കിസ്ര ചക്രവർത്തിമാര് പോലും ഭയപ്പെടുന്ന, സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യത്തിന്റെ ഉടമയാണെന്ന് അവകാശപ്പെടുന്ന പിശാച് പോലും ഒരു വഴിയിലേക്ക് വന്നാൽ ഉമറിനെ കണ്ടാൽ ഭയപ്പെടുമെന്ന് പറയുന്ന ആ ഉമർ ആവട്ടെ ഭാര്യയുടെ ആ വാക്കും കേട്ട് തലകുനിച്ചിരിക്കുന്നത് കണ്ടപ്പം എനിക്ക് ആ പരാതി പറയാൻ തോന്നിയിട്ടില്ല ഉമർ. ഉമർ റളിയല്ലാഹു അൻഹു പുഞ്ചിരിയോടെ തിരിച്ചു പറഞ്ഞു, സഹോദര, നിന്റെ ഭാര്യ നിനക്ക് എന്തൊക്കെ ചെയ്തു തരുന്നില്ല എന്നല്ല നീ ചിന്തിക്കേണ്ടത്, നിന്റെ ഭാര്യ നിനക്ക് എന്തൊക്കെ ചെയ്തു തന്നിട്ടുണ്ട് എന്ന് നീ ചിന്തിച്ചു തുടങ്ങണം. നീ ഒരു വാപ്പയാകാൻ വേദന സഹിച്ചത് നിന്റെ ഭാര്യ, നിനക്കൊരു കുടുംബമുണ്ടാക്കാൻ നിന്റെ കൂടെ പോന്നത് നിന്റെ ഭാര്യ, നിനക്ക് വെച്ചു വിളമ്പാനും നിന്റെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാനും നിന്റെ ശരീരത്തിന്റെ ഏറ്റവും വലിയ മോഹങ്ങൾ അവസാനിപ്പിക്കാനും നിനക്ക് റബ്ബ് ഏറ്റെടുപ്പിച്ചു തന്നത് നിന്റെ ഭാര്യയാണെങ്കിൽ ആ റബ്ബിന്റെ മാർഗത്തിൽ നീ ഏറ്റെടുത്തതാണ് നിന്റെ പെണ്ണിനെ. ഇത് തന്നെയാ എന്റെ സഹോദരിമാരോടും പറയാനുള്ളത്. യാദൃച്ഛികമായി കണ്ടുമുട്ടിയതല്ല ഒരു ഭാര്യ ഭർത്താക്കന്മാരും. രണ്ടാമത്തെ പെണ്ണ് കാണലിന് അത്തോളി പ്രദേശത്തെ മഹല്ലിലെ അബ്ദുൽ അസീസ് എന്ന മനുഷ്യന്റെ 4ാമത്തെ മകളെ ഞാൻ കെട്ടണം എന്ന് തീരുമാനിച്ചത് ബ്രോക്കറല്ല, എന്റെ വാപ്പയല്ല, എന്റെ ഭാര്യയുടെ വാപ്പ അബ്ദുൽ അസീസ് സാഹിബല്ല. മറിച്ച് അല്ലാഹു പറയുന്നു, നിങ്ങളുടെ ഇടകളെയും തുണകളെയും നിങ്ങൾക്ക് നിശ്ചയിച്ചു തന്നത് ഈ പ്രപഞ്ചത്തെ സംവിധാനിക്കുന്ന പ്രപഞ്ചത്തിന്റെ നാഥന. അതുകൊണ്ട് ഓരോ പിതാവിന്റെ കൈ പിടിക്കുന്ന സമയത്തും അല്ലേ, വാപ്പാന്റെ കൈ പിടിച്ച് നിക്കാഹിന്റെ വേദിയിൽ ഓരോ പിതാക്കന്മാരും മാതാക്കളും കേൾക്കെ തന്നെ ഓരോരുത്തരും പറയുന്ന വാക്കെന്താ? ഉസവ്വിജുക. ഒരു വാപ്പ പറയുകയാ, ഉസവ്വിജുക, ഞാൻ എന്റെ മകളെ നിന്നിലേക്ക് ഏൽപ്പിച്ചു തരുന്നു. അലാമാ അമറല്ലാഹ്, ആരുടെ കൽപ്പന പ്രകാരം? എന്റെ റബ്ബിന്റെ കൽപ്പന പ്രകാരം. എന്റെ റബ്ബ് അത് പറഞ്ഞത് കൊണ്ട് മാത്രം എന്റെ മകൾ എനിക്ക് അധികപ്പറ്റല്ല. ലോകത്തൊരു പെൺമക്കളും വാപ്പാർക്ക് അധികപ്പറ്റല്ല. ഇസ്ലാമിലും പ്രകൃതിയിലും പെൺമക്കളെ കെട്ടിച്ചു വിടാനുള്ള ഒരു രീതി ഇല്ലായിരുന്നെങ്കിൽ തരില്ല ഒരു വാപ്പാരും പെൺമക്കളെ. ഒരു പെൺമക്കളെ നരകിപ്പിക്കാനും വാപ്പാര് വിടൂല, ഒരു കുടുംബത്തെ നശിപ്പിക്കാനും രക്ഷിതാക്കൾ കൂട്ടുനിൽക്കൂല. എന്നിട്ടും ഒരു പിതാവ് കൈപിടിച്ചിട്ട് പറയുന്നു, അലാമാ അമറല്ലാഹു ബിഹി, എന്റെ റബ്ബനോട് കൽപ്പിച്ചതിന്റെ കാരണത്താൽ. അതുകൊണ്ടാ തന്റെ അവസാനത്തെ പ്രസംഗത്തിൽ പോലും
ലക്ഷക്കണക്കിന് സഹാബത്തെ അന്ന് അറഫാ മൈതാനിയിൽ കൂട്ടി നിർത്തുമ്പോ ലോകത്തിന്റെ പ്രവാചകൻ പഠിപ്പിച്ചൊരു വാക്കുണ്ട്, നിങ്ങളുടെ സ്ത്രീകളുടെ കാര്യത്തിൽ നിങ്ങൾ അല്ലാഹുവിനെ ഭയപ്പെടണം. അല്ലാഹുവിനോടുള്ള ഒരു കരാറിന്റെ അടിസ്ഥാനത്തിലാ നിങ്ങൾ ആ പെണ്ണിനെ കൂട്ടിക്കൊണ്ടുവന്നത്. അതുകൊണ്ട് തന്നെ ഭാര്യ ഭർത്താക്കന്മാര് ആ ബഹുമാനം കൊടുക്കണം.